ഇത്രയും സ്നേഹത്തോടെ ശുശ്രൂഷിക്കാൻ ഭർത്താവ് അടുത്തുണ്ടാവുന്നതല്ലേ ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ ഭാഗ്യം. എന്നാ പിന്നെ മരുന്ന് കഴിക്കാം. ആ, എഴുന്നേക്ക്. ഞാൻ നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നില്ല. നന്നായിട്ട് തടവി കൊടുത്തോളൂ, വേദനയൊക്കെ മാറിക്കോളൂ. കിടന്നു. പാവം കുട്ടിയാ, രാജി എന്നാ പേര്. എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു തരുന്നുണ്ട് മഹേട്ടാ. എനിക്കറിയാം. ഞാനും ആളും കൂടി ഗംഗയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഗംഗയെ നോക്കാൻ രാജി ഏൽപ്പിച്ചിട്ടാ പോയത്. സ്വന്തം ജോലിയോടും സഹപ്രവർത്തകരോടും നല്ല ആത്മാർത്ഥതയും സ്നേഹമായിട്ടാണ് പെരുമാറുന്നത്. എന്നോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. ഗംഗയോട് ആർക്കാ സ്നേഹമില്ലാതിരിക്കുന്നത്? ഗംഗയെ പരിചയപ്പെടുന്ന എല്ലാവർക്കും ഗംഗയെ സ്നേഹിക്കാൻ മാത്രമേ കഴിയൂ. അങ്ങോട്ട് പോ, വാ. സൂക്ഷിക്കണം, ഇവിടെ സർപ്പങ്ങളുണ്ട്. അത് ഉഗ്ര വിഷമുള്ളതാ. ഈ ഏലസും മന്ത്രച്ചരടും കയ്യിലുള്ളപ്പോ അവറ്റകൾ ഒന്നും ചെയ്യില്ലെന്നേ. ആദ്യം ഡയറിയും ഫോണും സൂക്ഷിച്ചിരിക്കുന്ന രഹസ്യ അറ കണ്ടെത്തണം. നാഗത്തറയുടെ അടുത്തായി തന്നെ അറയുണ്ടാവുന്നല്ലേ അവര് പറഞ്ഞത്? അതെ, വാ അത് നോക്കാം. ഗംഗേ, നിനക്കിപ്പോ എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമില്ല ചേച്ചി, ആശ്വാസമുണ്ട്. നീ അപകടത്തിൽപ്പെട്ടപ്പോ എനിക്ക് സഹായിക്കാൻ പറ്റിയില്ല ഗംഗേ. ചേച്ചിയെ ആരോ ബന്ധിച്ചല്ലോ. ഞാൻ ഒരുപാട് തവണ ചേച്ചിയെ വിളിച്ചു. വരാതായപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. അതെ, നീ വിളിക്കുന്ന ഓരോ വിളിയും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഞാൻ ബന്ധിക്കപ്പെട്ടെങ്കിലും എന്നെ വേദനിപ്പിച്ചതും അത് മാത്രം. സാരല്ല ചേച്ചി, ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലെന്ന് എനിക്ക് അറിയായിരുന്നു. എന്തായാലും ഭാഗ്യം കൊണ്ട് ചേച്ചിയും ബന്ധനത്തിൽ നിന്ന് മോചിതയായല്ലോ. അതെ, എല്ലാം നല്ലതിനായിരുന്നു എന്ന് കരുതാം. ചേച്ചിയുടെ ഫോണും ഡയറിയും ഞാൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അത് അവിടെ സുരക്ഷിതമാണ്. സൂക്ഷിക്കണം. എത്ര സുരക്ഷിതമായിടത്ത് നിന്നും അത് മോഷ്ടിച്ചെടുക്കാൻ തക്കം പാർത്തിരിക്കുന്നവരാ ചുറ്റും. അവർക്കിപ്പോ നീയാ വലിയ ശത്രു. അവരുടെ വിജയത്തിനു വേണ്ടി എന്ത് ചെയ്യാനും മടിക്കാത്തവനാ കൂടെയുള്ളവൻ. അതുകൊണ്ട് നീ നന്നായി സൂക്ഷിക്കണം. മനസ്സിലായി. എനിക്കിപ്പോ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ,
ചേച്ചിയുടെ കൊലപാതകികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. മഹേട്ടൻ ആ കുറ്റത്തിന്റെ പേരിൽ ഇനി ആരുടെ മുന്നിലും തല കുനിക്കാൻ പാടില്ല. അതേ ആഗ്രഹം എനിക്കും ഉണ്ട്. പക്ഷേ അത് നിനക്ക് ആപത്തുണ്ടാക്കുമെന്നുള്ള പേടിയാ എനിക്കിപ്പോ. ആ ഫ്രീസറിൽ ഗംഗ കുടുങ്ങിയപ്പോ അവളങ്ങ് അവസാനിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ പാതിരാത്രി ഈ കാട്ടിലൊക്കെ വന്നിങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. അവൾക്ക് അത്രയ്ക്ക് ആയുസുള്ളത് കൊണ്ട് മാത്രം എങ്ങനെയോ രക്ഷപ്പെട്ടതാ. അല്ലായിരുന്നെങ്കിൽ ആ ഐസിന്റെ ഇടയിൽ കിടന്ന് ഒരു സിപ്പപ്പ് പോലെ ആയി പോയേനെ. ഉവ്വ്. ഭാഗ്യത്തിന് രാഹുൽ രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. പോലീസുകാര് തലങ്ങും വിലങ്ങും അന്വേഷിച്ചാ അവിടെ എത്തിയത്. ഇതിന്റെ പിന്നില് രാഹുലാന്ന് അവർക്ക് മനസ്സിലായിരുന്നെങ്കിൽ ഇപ്പൊ വധശ്രമത്തിനകത്തായേനെ. മഹേട്ടൻ രാഹുലിനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയേനെ. പക്ഷെ ഇതൊന്നും സംഭവിച്ചില്ലല്ലോ. എന്നെ ആരും പിടിച്ചില്ലല്ലോ. അതിന്റെ കാരണം ശ്രേയ പറഞ്ഞതുപോലെ എന്റെ ഭാഗ്യമല്ല, അത് എന്റെ കഴിവാ. ഞാൻ ആസൂത്രണം ചെയ്ത രീതികൾ ശരിയായതുകൊണ്ടാണ്. അങ്ങനെ പെട്ടെന്നൊന്നും പോലീസുകാർക്ക് എന്നെ പിടിക്കാൻ പറ്റില്ല. ഇത്രയൊക്കെ ആസൂത്രണം ചെയ്തിട്ട് അവളെ തീർക്കാൻ രാഹുലിന് പറ്റിയില്ലല്ലോ. അതെ, അത് അവളുടെ ഭാഗ്യമാണ്. എങ്ങനെയോ വീണ് കിട്ടിയ വെറും ഭാഗ്യം. മതി മതി തള്ളി മറിച്ചത്. സമയം കളയാതെ ആ രഹസ്യാറെ വേഗം കണ്ടുപിടിക്ക്. ആ ഡയറി മൊബൈലും കിട്ടിയ ഗംഗയെ പിന്നെ സമയം നോക്കി കൈകാര്യം ചെയ്താൽ മതി. നമ്മൾ ഇതിങ്ങനെ വെറുതെ നോക്കിയിട്ട് ഒരു കാര്യമില്ല. ആ മന്ത്രവാദിനി പറഞ്ഞില്ലേ, അതുപോലെ നോക്കണം. അവര് പറഞ്ഞത് സർപ്പക്കാവിലെ നാഗപ്രതിഷ്ഠയില്ലേ, ആ പ്രതിഷ്ഠയിരിക്കുന്ന ഭാഗമാണ് നാഗത്തറ. അതിന്റെ വടക്കു പടിഞ്ഞാറ് മൂലയോട് ചേർന്നാണ് രഹസ്യറ ഉള്ളത്. അവിടെ തിരഞ്ഞാൽ നിങ്ങൾക്ക് ഡയറിയും മൊബൈലും ലഭിക്കും. മഹിയേട്ടന്റെയും മാളുവിന്റെയും സന്തോഷം നീയാ. അതെന്നും അങ്ങനെ തന്നെ ഉണ്ടാവണം. ചേച്ചി എനിക്കൊപ്പം അല്ലേ, എനിക്കൊരു പേടിയുമില്ല. എങ്ങേ നീ ആരോട് സംസാരിച്ചത്? അത് ഞാൻ സംസാരിച്ചില്ലല്ലോ. മഹേട്ടന് തോന്നിയതാവും. നീ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അറിയില്ല മഹേട്ടാ, ഞാനൊന്ന് മയങ്ങി. ചിലപ്പോ ഉറക്കത്തിലാവും. ആ കോൾഡ് സ്റ്റോറേജ് റൂമിൽ ഒരുപാട് ഭയന്ന് കഴിഞ്ഞതല്ലേ, അതാ. നീ പേടിക്കണ്ട, പ്രാർത്ഥിച്ച് കിടന്നോ. ഞാനിവിടെ തന്നെ ഉണ്ട്. ശരി. സർപ്പത്തിന്റെ പ്രതിഷ്ഠകൾ ഇരിക്കുന്ന സ്ഥലത്തിന് വടക്ക് പടിഞ്ഞാറ് മൂലയോട് ചേർന്ന് പുറത്തേക്ക് തുറക്കാവുന്ന ചെറിയ വാതിലോട് കൂടിയ അറിയുന്നല്ലേ പറഞ്ഞത്? അതെ. പക്ഷേ ഈ പാതിരാത്രിക്ക് വടക്ക് പടിഞ്ഞാറ് മൂല എങ്ങനെ കണ്ടുപിടിക്കും? മൊബൈലില് കോമ്പസ് ഉണ്ടല്ലോ. ഓ, അത് ശരിയാ, ഞാനത് ഓർത്തില്ല. വേണ്ട സമയത്ത് വേണ്ടത് ഓർമ്മിക്കാൻ പറ്റണം. അതിനുള്ള ബുദ്ധി നിനക്കൊക്കെ ഇല്ലാത്തതുകൊണ്ടാ ഇത്രയും നാളും ഓരോന്ന് പ്ലാൻ ചെയ്തിട്ടും ഒന്നും നടക്കാത്തത്. ആ ഭാഗം വടക്ക്, ഇത് പടിഞ്ഞാറ്. അപ്പോ ഇതിന്റെ രണ്ടിന്റെ ഇടയിലായിട്ട് വരും. ലെറ്റ്സ് ഗോ. നോക്കേ, ഇതിപ്പോ എവിടെയാ? ഇതാണ് അവര് പറഞ്ഞ ഏരിയ.
ഇവിടെ എവിടെയോ തുറക്കാവുന്നൊരു വാതിലുണ്ട്. രാഹുൽ സൂക്ഷിക്കണേ. ആ ഇതാണെന്ന് തോന്നുന്നു. വാ. ശ്രേയ, ഇതാണെന്ന് തോന്നുന്നു. തുറക്ക്. അയ്യോ, എന്താ? കാലിലെന്തോ കടിച്ചു. അത് ഞാൻ അട്ടയെ തട്ടി കളഞ്ഞതാ. ഈ സമയത്ത് എന്തിനാ നീ അട്ടയെ തൊടുന്നത്? മനുഷ്യൻ പേടിച്ചു പോയി. ഇനി അട്ടയല്ല അനാക്കൊണ്ടേ കണ്ടാലും ഞാൻ തട്ടിക്കളയില്ല. പോരെ? മതി. ഇതിനകത്ത് ഡയറിയും മൊബൈലും എല്ലാം ഉണ്ട്. ഞാൻ അതൊന്നും എടുത്തോട്ടെ. അയ്യോ, സർപ്പം എന്നെ കടിച്ചു. അയ്യോ, ഏലസ് എവിടെ? അയ്യോ, വേഗം ആ വാതിലിടയ്ക്ക് സർപ്പം പുറത്തു വരും. എന്നെ രക്ഷിക്കും ശ്രേയ, ഞാനിപ്പോ മരിക്കും. അയ്യോ, മാറ്. അയ്യോ, രാഹുൽ, ഞാനിപ്പോ മരിക്കും. രാഹുൽ, രാഹുൽ, അയ്യോ, രാഹുൽ, രാഹുൽ, എന്താ പറ്റി? എഴുന്നേക്ക് രാഹുൽ. അയ്യോ, രാഹുൽ, രാഹുൽ. ചേച്ചിയെ നാളെ ഡിസ്ചാർജ് ചെയ്യാമെന്നാ ഡോക്ടർ പറഞ്ഞത്. ശ്രീമഹേശ്വരൻ തിരിച്ചു വന്ന ജീവിതം. ഞാൻ മരിച്ചുവെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞു പോയതെല്ലാം. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ചേച്ചി. നല്ല മനസ്സുള്ള ആളാ ചേച്ചി. അതുകൊണ്ട് ഈശ്വരൻ ചേച്ചിക്ക് ഒന്നും വരുത്താൻ സമ്മതിക്കില്ല. ഞാൻ ജനിച്ച കാലം തൊട്ട് ഓരോ കഷ്ടകാലങ്ങള് എന്നെ വിടാതെ പിന്തുടരുന്നതാ. ചേച്ചിയെ ഒരുപാട് സ്നേഹിക്കുന്ന ഭർത്താവും സുന്ദരി കുട്ടിയായ ഒരു മകളും ഉണ്ടല്ലോ. അവർ രണ്ടുപേരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എന്നും ചേച്ചിക്കുണ്ടാവും. അവര് രണ്ടുപേരും ചേച്ചിയുടെ ഭാഗ്യങ്ങളാ. ഇതുവരെ ഉണ്ടായ പരീക്ഷണങ്ങളെല്ലാം അവസാനിച്ചുവെന്ന് കരുതിയാൽ മതി. അതെ, അവരാ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അവർക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത് തന്നെ. നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് ഒരു ഭാഗ്യം തന്നെയാ, അല്ലേ ചേച്ചി? അതെ, എനിക്കും അങ്ങനെ തന്നെ ജീവിക്കണമെന്ന ആഗ്രഹം. എൻ്റെ അമ്മയെ കഷ്ടപ്പെടുത്താതെ സ്വന്തം കാലിൽ നിൽക്കാൻ ഒരുപാട് കൊതിച്ചതാ ഞാൻ.
ഒരു ജോലി കിട്ടിയതോടെ അതിന് സാധിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ വിവാഹം അമ്മയ്ക്കൊരു ഭാരമാകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇപ്പൊ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളെ ഈശ്വരൻ എനിക്കായി കൊണ്ടു തന്നു. നമ്മൾ അത്രമേൽ ആഗ്രഹിച്ച അത് ഉറപ്പായും നടക്കും. രാജയുടെ ആഗ്രഹങ്ങളെല്ലാം ഭഗവാൻ നടത്തി തരട്ടെ. ഞാൻ രാജയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ചേച്ചിക്ക് ഞാൻ പറഞ്ഞ ആളുടെ ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. ആഹാ, ശരിയാണല്ലോ. ഫോട്ടോ ഒക്കെ കയ്യിലുണ്ടാവുമല്ലോ. എവിടെ കാണട്ടെ? കാണുമ്പോ എന്നെ കളിയാക്കരുത് കേട്ടോ. ഏയ്, ഞാൻ കളിയാക്കൊന്നുമില്ല. എന്നാലും എനിക്കെന്തോ ഒരു ചെറിയ ചമ്മലൊക്കെ ഉണ്ട്. പിന്നെ ഗംഗേച്ചിയോട് എനിക്കെന്റെ സ്വന്തം ചേച്ചിയെ പോലൊരു അടുപ്പാ തോന്നുന്നേ. അതുകൊണ്ട് ചേച്ചിയോടെല്ലാം പറയാൻ എനിക്കിഷ്ടാ. ആ ഫോട്ടോ എവിടെ കാണിക്ക. എവിടെ നോക്കട്ടെ. രാജി സിസ്റ്റർ, ഒന്ന് വേഗം വരൂ. ഒരു എമർജൻസി കേസ് വന്നിട്ടുണ്ട്. എന്താ വരുന്നു. ചേച്ചി ഞാൻ പോയിട്ട് വരാം. എന്നിട്ട് ഫോട്ടോ കാണിക്കാമേ. മതി, പൊക്കോളൂ. എന്റെ മോനെ രക്ഷിക്കണം ഡോക്ടർ. എന്താ പറ്റിയത്? പാമ്പ് കടിച്ചതാ. വിഷമുള്ള ബൈറ്റാണ് സിസ്റ്റർ. ഉടനെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യണം. എന്ത് പറ്റി സിസ്റ്റർ? ഒന്നുമില്ല ഡോക്ടർ. രാജി സിസ്റ്റർ, IV സെറ്റ് എടുക്കൂ. നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്കാമോ പ്ലീസ്? സിസ്റ്റർ, ഫാർമസിന്ന് മെഡിസിൻ എടുത്തിട്ട് വരൂ.